Good afternoon. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്തു നിർത്തിയത്? ഓക്കെ, ബോക്സ് അല്ലേ? ഇൻഹൗസ് സർവീസസ്, ഔട്ട്സോഴ്സിംഗ് സർവീസുകളുടെ ആ ബോക്സിലെ നമ്മൾ എടുത്തുകൊണ്ടിരുന്നേ. ഓക്കെ, 4th one വരെ ആയല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ, ശ്രദ്ധിക്കാട്ടോ. അപ്പൊ നമ്മൾ ആ ഒരു ബോക്സ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഇൻഹൗസ് സർവീസസ്, ഔട്ട്സോഴ്സ് സർവീസസ് അല്ലെ? ഇൻഹൗസ് സർവീസസിൽ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇൻഹൗസ് സർവീസിൽ അവിടുത്തെ ജീവനക്കാരുടെ നമ്പർ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കും അല്ലെ? അവിടുത്തെ ഓതറൈസേഷൻ അല്ലെങ്കിൽ അനുമതി അല്ലെങ്കിൽ അവിടുത്തെ അനുവാദ പ്രകാരം അവിടെയുള്ള ആളുകളുടെ അംഗീകൃതമായിട്ടുള്ള ആളുകളുടെ അനുവാദ പ്രകാരം അവിടെ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ ഔട്ട്സോഴ്സിംഗ് സർവീസിലേക്ക് വരുമ്പോഴോ ക്യാൻ വേരി ഡിപെൻഡിങ് ഓൺ വർക്ക് ലോഡ്. ഇവിടെ നമ്മുടെ വർക്ക് ലോഡ് എത്രത്തോളം ജോലി ഭാരം കൂടുന്നോ അതിനനുസരിച്ച് അവിടുത്തെ ആളുകളുടെ എണ്ണത്തിൽ വ്യത്യാസങ്ങൾ വരാം. സെക്കൻഡ് നമ്മൾ പറഞ്ഞ എന്താണ്? കൺട്രോള് അല്ലെ? നിയന്ത്രണം. എന്തൊക്കെയാ പറഞ്ഞേ? അവിടെ ഇൻഹൗസ് സർവീസുകളാണെങ്കിൽ ഒരു ഡയറക്റ്റ് കൺട്രോൾ ആണ് അല്ലെ? നേരിട്ടുള്ള നിയന്ത്രണം ആരുടെയാണ്? ആ ഹോസ്പിറ്റൽ വിഭാഗത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും ഇൻഹൗസ് സർവീസുകൾ നടത്തുന്നത്. എന്നാൽ ഔട്ട്സോഴ്സ് സർവീസ് ആവുമ്പോൾ എങ്ങനെയാണ്? ത്രൂ കോൺട്രാക്ടർ, ഒരു കോൺട്രാക്ടറുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടത്തിലായിരിക്കും അവിടെ പല പ്രവർത്തനങ്ങളും നടക്കുന്നത്. അപ്പൊ അവിടെ നിയന്ത്രിക്കേണ്ട ആൾ എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ടർ ആയിരിക്കും. ഡിസിപ്ലിൻ എങ്ങനെയായിരിക്കണം? ഇൻഹൗസ് സർവീസിലാകുമ്പോൾ ലോങ് ഡ്രോൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്, ഒരു നീണ്ട ഭരണ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ആ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എല്ലാവരും ആ ഹോസ്പിറ്റൽ എല്ലാ സർവീസുകളിലും കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ? അതാണ് തന്നെ നമ്മൾ കീപ്പ് ചെയ്യണം. എന്നാൽ ഔട്ട്സോഴ്സ് സർവീസ് ആവുമ്പോൾ അവിടെ ആ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യിക്കേണ്ടതിൻ്റെതായ ഉത്തരവാദിത്തം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ടർക്കായിരിക്കും. Then fourth one നമ്മൾ എന്താ പറഞ്ഞേ? കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്. അവിടെയുള്ള സ്റ്റാഫുകളുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ തുടർച്ച അല്ലെ? അതിലെന്താ പറയുന്നത്? ഇൻഹൗസ് സർവീസ് ആവുമ്പോ അഷ്വേഴ്സ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ്. അവിടെ ആ ഒരു സ്റ്റാൻഡേർഡ് സർവീസിന്റെ നിലവാരം എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ സുസ്ഥിരമാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അല്ലെ? ഇവിടെ സ്റ്റേബിൾ ആണ്. ആ ഒരു ഗുണനിലവാരം കൃത്യമായിട്ട് നല്ല സുസ്ഥിരമായിട്ട് സ്റ്റേബിൾ ആയിട്ട് നമുക്ക് ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേസമയം നമ്മുടെ ഔട്ട്സോഴ്സ് സർവീസിങ്ങിലാവുമ്പോഴോ സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ചിങ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ വേരി. അവിടുത്തെ സർവീസുകൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ആ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് അല്ലെങ്കിൽ നിലവാരം, ആ സർവീസുകളുടെ നിലവാരം എന്ന് പറയുന്നത് അവിടെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ വ്യത്യാസം വരുന്നത്? കാരണം അവിടെ സ്റ്റാഫുകൾ എങ്ങനെയാണ്? അവരിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലെ? ഇപ്പൊ നമുക്കറിയാം ഒരു കോൺട്രാക്ട് എടുത്ത് വരുമ്പോ അവിടെ ചിലപ്പോൾ ജോലി കുറവുള്ളപ്പോ കുറച്ചു പേരെ ആയിരിക്കും അവരവിടെ ജോലിക്ക് നിർത്തുക. വർക്ക് ലോഡ് കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ കുറെ പേര് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ജോലിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പൊ എപ്പോഴും അവിടെ സ്ഥിരമായിട്ടുള്ള ഒരു സ്റ്റാഫുകളെ നിലനിൽക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ളൊരു അവബോധം ഇല്ലാത്തത് കൊണ്ടും അവിടെ എന്ത് പറ്റാം? ആ ഒരു സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. അതേസമയം ഇൻഹൗസ് സർവീസ് ാകുമ്പോ അവിടെ ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളാണുള്ളത് അല്ലെ? അപ്പൊ അവരെപ്പോഴും ആ വർക്കുകൾ ചെയ്ത് അത് പ്രാക്ടീസ്ഡ് ആണ് അവര്. അപ്പൊ നല്ല രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് പറ്റും? നല്ല രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് കൊടുക്കാനായിട്ട് ഇൻഹൗസ് സർവീസുകൾ സാധിക്കും. എന്നാൽ ഔട്ട്സോഴ്സ് സർവീസ് ആവുമ്പോൾ അവിടെ എന്താ പറ്റുന്നത്? നല്ല രീതിയിലുള്ള ഗുണനിലവാരമുള്ള സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നിലവാരമുള്ള സേവനങ്ങൾ കൊടുക്കാനായിട്ട് സ്റ്റാഫുകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നത് കൊണ്ട് ചിലപ്പോ ബുദ്ധിമുട്ടുകൾ തന്നേക്കാം.
Then fifth one ആണ് ലീവ് ഓർ അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ്. ഇനി അവിടെ എന്താ ലീവ് അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ അവൈലബിലിറ്റി എങ്ങനെയാണ്? ഇൻഹൗസ് സർവീസിലാവുമ്പോ നോ ലീവ് റിലീഫ് ആണ്. ലീവ് റിലീഫ് അല്ലെങ്കിൽ അവധി ഇളവുകളൊന്നും എവിടെ കിട്ടില്ല, നമ്മുടെ ഇൻഹൗസ് സർവീസുകളിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്തായിരിക്കും? അവിടെ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളാണുള്ളത് അല്ലെ. ഇപ്പൊ 5 പേരാണുള്ളതെങ്കിൽ ആ 5 പേര് തന്നെ ആയിരിക്കണം എല്ലാ ദിവസത്തെയും പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അപ്പൊ അവിടെ ഒരാൾക്ക് ലീവ് എടുക്കണമെങ്കിൽ അതിൻ്റെതായ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ. അല്ലാതെ തോന്നിയ പോലെ എടുക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ചെയ്യേണ്ടതായിട്ടുള്ള സേവനങ്ങളാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള സ്റ്റാഫുകൾ കുറവാണ്, ഫിക്സഡ് നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ലീവിന്റെ ആ ഒരു റിലീഫ് അല്ലെങ്കിൽ അവധി ഇളവുകൾ കുറവായിരിക്കും. എന്നാൽ ഔട്ട്സോഴ്സിംഗ് സർവീസ് ആവുമ്പോൾ നോക്കിയേ, കോൺട്രാക്ടേഴ്സ് പ്രൊവൈഡ്സ് ലീവ് റിലീഫ് ഇഫ് സോ സ്പെസിഫൈഡ് ഇൻ ദ ടേം ഓഫ് റെഫറൻസ്. എന്താണ്? അവരുടെ കരാറിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം അല്ലെ. അവരുടെ കോൺട്രാക്റ്റിൽ നമ്മൾ അവര് ജോലിക്ക് എടുക്കുന്ന സമയത്ത് അവരുടെ ജീവനക്കാരോട് പറഞ്ഞിരിക്കുന്നത് പ്രകാരം അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ടർ എന്ത് ചെയ്യുന്നു, അവരുടെ അനുമതിക്കനുസരിച്ച് കോൺട്രാക്ടറുടെ താല്പര്യം അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം, അവധി ഇളവുകൾ നൽകാവുന്നതാണ്. കാരണം എന്താ? അവിടെ ഇളവുകൾ കൊടുക്കാം. കാരണം ഒരാളില്ലെങ്കിലും അടുത്ത ആളെ അവർ കൊണ്ടുവരും അല്ലെ. അങ്ങനെയാണ്. അവിടെ ഒരിക്കലും എന്താണ് ഒരു ജോലിക്കാരനില്ല എന്ന് പറഞ്ഞ് അവർ നിർത്തിവെക്കില്ല. ഒരാളില്ലെങ്കിൽ അടുത്തൊരാളെ പകരം അവിടേക്ക് അവർ കൊണ്ടുവരാൻ തയ്യാറാണ്. അങ്ങനെ ആ ഒരു കോൺട്രാക്ടറുടെ അടിസ്ഥാനത്തിൽ അവരുടെ താല്പര്യം അനുസരിച്ച് അവിടെ അവധി ഇളവുകൾ നൽകാവുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ് സിക്സ്ത് വൺ ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോലിയെ കുറിച്ചുള്ള വിവരണങ്ങള്. ഇൻഹൗസ് സർവീസിൽ എങ്ങനെയാണ്? ആസ് ലേഡ് ഡൗൺ ബൈ അതോറിറ്റീസ്. അവിടുത്തെ അധികാരികള് നിശ്ചയിച്ച പ്രകാരമുള്ള ജോലികളായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ജീവനക്കാര് ചെയ്യേണ്ടത്. നോക്കി ഇവിടെ as laid down by authorities. അതോറിറ്റി അല്ലെങ്കിൽ അവിടുത്തെ അധികാരികളായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, അധികാരികളുടെ നിശ്ചയിച്ച പ്രകാരം അതിനനുസരിച്ചായിരിക്കും അവിടെ ജോലികൾ എന്തൊക്കെ അവർ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിലെ ബന്ധപ്പെട്ട റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റീസ് എന്തൊക്കെ ജോലികളാണോ പറയുന്നത് അതെല്ലാം കൃത്യമായിട്ട് ഇവരെന്ത് ചെയ്യേണ്ടി വരും, ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം ഔട്ട്സോഴ്സിംഗ് സർവീസിലാവുമ്പോ ആസ് പെർ ദ ടേംസ് ഓഫ് റെഫറൻസ് ഓഫ് എ കോൺട്രാക്ട്, ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു കരാറിന്റെ നിബന്ധനകൾക്കനുസരിച്ച് അല്ലെ, ആ ഒരു കരാറിന്റെ നിബന്ധനകൾക്കനുസരിച്ചായിരിക്കും അവിടെ അവർ ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടി. ഒരു കോൺട്രാക്ട് തയ്യാറാക്കുമ്പോൾ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടാവും ഇത്ര ദിവസത്തിനുള്ളിൽ ഇന്ന സർവീസുകൾ അല്ലെങ്കിൽ ഇന്ന ജോലികൾ നമ്മൾ ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്തു തീർത്ത് തരാം എന്ന രീതിയിലല്ലേ അവിടെ കോൺട്രാക്ട് വെക്കുന്നത്. അപ്പൊ എപ്പോഴും ആ ഒരു കോൺട്രാക്റ്റിലുള്ള നിബന്ധനകൾ പ്രകാരമായിരിക്കും അവിടുത്തെ പ്രവർത്തനങ്ങൾ ഔട്ട്സോഴ്സിംഗ് സർവീസിൽ ചെയ്യേണ്ടത്. എന്നാൽ ഇൻഹൗസ് സർവീസ് ആവുമ്പോൾ എങ്ങനെയാണ്, ഈ ഹോസ്പിറ്റലിലെ അതോറിറ്റീസ് ആരാണോ അവര് പറയുന്ന എല്ലാ ജോലികളും ആര് ചെയ്യേണ്ടതായിട്ട് വരും, ഇൻഹൗസ് സർവീസിലെ ജീവനക്കാർ ചെയ്യേണ്ടതായിട്ട് വരും. ലാസ്റ്റ് വണ്ണാണ് എൻഷുവറിംഗ് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നത്. നോക്കിയേ, ഇൻഹൗസ് സർവീസിലാവുമ്പോ എങ്ങനെയാ, അറ്റ് ടൈംസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് തിരക്കൊക്കെ വരുന്ന സമയങ്ങളിൽ അവിടെ ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളാണുള്ളൂ അല്ലെ. അപ്പൊ ഫിക്സഡ് നമ്പർ ഓഫ് ആളുകൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്ക് വരുമ്പോൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്യാനും ഒക്കെ ചിലപ്പോൾ ഇതൊക്കെ എന്ത് പറ്റില്ല, സമയം ലഭിച്ചത് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ അറ്റ് ടൈംസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ, ചില സമയങ്ങളിൽ ഈ പറയുന്ന ക്വാളിറ്റി അല്ലെങ്കിൽ ഓരോ ഗുണനിലവാരം ഉറപ്പുവരുത്താനായിട്ട് ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. എന്തിനാണ്, ഇൻഹൗസ് സർവീസുകളിൽ. എന്നാൽ ഔട്ട്സോഴ്സ് സർവീസ് ആവുമ്പോൾ നോക്കിയേ, ഡെലിവറബിൾ ഷുഡ് ബി ക്ലിയർലി സ്പെൽഡ് ഔട്ട് വിത്ത് ഇൻബിൽറ്റ് പെനാൽറ്റീസ് ഫോർ പുവർ പെർഫോമൻസ്. എന്താ, നമ്മൾ ഓൾറെഡി കോൺട്രാക്ട് വെക്കുമ്പോൾ ഈ രീതിയിലുള്ള സേവനങ്ങൾ നല്ല ക്വാളിറ്റിയിലുള്ള ഇന്ന സർവീസുകൾ കൊടുക്കണം എന്ന രീതിയിലുള്ള കോൺട്രാക്ട് ആണ് അവരുമായിട്ട് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവരോട് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ സർവീസുകൾ ഏത് രീതിയിലുള്ള ക്വാളിറ്റിയിലുള്ള സർവീസുകളാണ് അവിടെ ഡെലിവർ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വിത്ത് ഇൻബിൽറ്റ് പെനാൽറ്റീസ് ഫോർ പുവർ പെർഫോമൻസ്, അവരവിടെ പുവർ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നതെങ്കിൽ ആ കോൺട്രാക്ടർക്ക് എന്ത് കൊടുക്കാനുള്ള അനുവാദമുണ്ട്, കോൺട്രാക്ടർക്ക് എന്ത് കിട്ടും, പുവർ പെർഫോമൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇൻബിൽറ്റ് പെനാൽറ്റീസ്. എന്താണ് പെനാൽറ്റീസ് എന്ന് പറഞ്ഞാല് പിഴകള് അല്ലെ, അല്ലെങ്കിൽ ഫൈനുകള് അവരിൽ നിന്ന് ആര് ഈടാക്കും,
ഈ ഹോസ്പിറ്റലുകാർ ഈടാക്കും. അതാണ് കേട്ടോ. അപ്പൊ അവിടെ എന്താണ് കോൺട്രാക്ട് വെക്കുന്ന സമയത്ത് അവർ ഓൾറെഡി പറയുന്നുണ്ട് നല്ല നല്ല സർവീസുകൾ ഇങ്ങനെയുള്ള സേവനങ്ങളാണ് ഡെലിവർ ചെയ്യേണ്ടത് എന്ന രീതിയിലുള്ള കോൺട്രാക്ട് വെക്കുന്നത് കൊണ്ട് തന്നെ അവർ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കൊടുത്തില്ല എങ്കിൽ അവരിൽ നിന്ന് പിഴ ഈടാക്കാനായിട്ട് ഈ ഹോസ്പിറ്റലുകാർക്ക് എന്താണ് അനുവാദം ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പെനാൽറ്റി അല്ലെങ്കിൽ ഫൈനുകൾ കൊടുക്കണം എന്നതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യുകയും ചെയ്യും അല്ലെ. അതിനനുസരിച്ചുള്ള ആളുകളെ കൊണ്ടുവന്ന് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയിലുള്ള സർവീസ് കൊടുക്കാനാണ് അവർ എപ്പോഴും ശ്രമിക്കുക. അതേസമയം ഇൻഹൗസ് സർവീസിലാകുമ്പോൾ ഫിക്സഡ് നമ്പർ ഓഫ് ആളുകൾ ആയതുകൊണ്ട് തന്നെ തിരക്ക് വരുന്ന സമയങ്ങളിലായിക്കോട്ടെ അങ്ങനെ ചില സമയങ്ങളിൽ നമുക്ക് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ബോക്സ് വായിച്ചു നോക്കി, വേഗം ഒന്ന് വായിച്ചു നോക്കി. ഇത് ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു മിസ്സിന്റെ അടുത്ത്. ക്ലിയർ ആണോ? ഫിഫ്ത്ത് പോയിന്റോ? ഫിഫ്ത്ത് പോയിന്റ് എന്താ പറയുക? നോ ലീവ് റിലീഫ്. അതായത് അവധി ഇളവുകൾ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ് അവിടെ ലീവ് കൊടുക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇൻഹൗസ് സർവീസുകൾ ഫിക്സഡ് നമ്പർ അല്ലേ. അപ്പൊ ആ ഫിക്സഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ അവിടെ എത്രത്തോളം ജോലികൾ കൂടി വന്നാലും കുറഞ്ഞാലും ഒക്കെ അവർ തന്നെയായിരിക്കണം അത് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അതുകൊണ്ട് അവിടെ അവധികളധികം അവർക്ക് ആ ഒരു അവധി ഇളവുകളോ ഒന്നും എന്ത് ചെയ്യാറില്ല, കൊടുക്കാറില്ല കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള അവധി അളവുകൾ കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? അവിടെ ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളെ ഉള്ളൂ അല്ലെ. അപ്പൊ ഒരുപാട് പേർക്ക് അവിടെ അവധി ഇളവുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും അവരവിടെ അവധി എടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുക? അവിടെ ഡെയിലി നടക്കേണ്ടതായിട്ടുള്ള സേവനങ്ങൾ സർവീസുകളൊന്നും ഹൗസ് കീപ്പിംഗ് സർവീസുകൾ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് വളരെ മൈന്യൂട്ട് ആയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ അത്യാവശ്യത്തിന് മാത്രമേ അവരവിടെ അവധി ഇളവുകൾ നൽകുള്ളൂ. അതുകൊണ്ട് അതേപോലെ എന്നാൽ ഔട്ട്സോഴ്സിംഗ് സർവീസുകളിലാവുമ്പോഴോ അവിടെ ലീവ് റിലീഫുകൾ അല്ലെങ്കിൽ അവധി ഇളവുകൾ കോൺട്രാക്ടറുടെ അടിസ്ഥാനത്തിൽ അവരുടെ തീരുമാനത്തിനനുസരിച്ച് കൊടുക്കാൻ സാധിക്കും. കാരണം എന്താണ്? അവിടെ അവരൊരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ അവർക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ. അതിനനുസരിച്ച് അവർ ചിലപ്പോൾ ഇന്നൊരാളില്ല എങ്കിൽ അവർ മറ്റൊരാളെ അന്നത്തെ ദിവസത്തെ ഡ്യൂട്ടിക്ക് വേണ്ടി കൊണ്ടുവരുന്നു. അത്രയാണ് വ്യത്യാസം കേട്ടോ. ക്ലിയറായോ നവ്യ? ഓക്കെ, നെക്സ്റ്റ് നോക്കി. ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്. നല്ലൊരു ഹൗസ് കീപ്പിംഗിന്റെ ഔട്ട്കം അല്ലെങ്കിൽ ഫലങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയായിരിക്കും നല്ലൊരു ഹൗസ് കീപ്പിംഗിന്റെ ഫലങ്ങള്? എന്തൊക്കെയായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. എന്തൊക്കെയായിരിക്കും നല്ലൊരു ഹൗസ് കീപ്പിംഗിന്റെ ഔട്ട്കം അല്ലെങ്കിൽ ഫലങ്ങൾ എന്ന് പറയുന്നത്? എന്തൊക്കെ വരാം? നല്ല ഹൗസ് കീപ്പിംഗ് സർവീസ് ആണ് ചെയ്യുന്നതെങ്കിൽ പേഷ്യൻസിന് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്? വൃത്തിയുള്ള ഒരു എൻവയോൺമെന്റ് കിട്ടും. ശരിയാണ്. രണ്ടാമത് വേറെ എന്ത് പറയാം? പേഷ്യൻസുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് നോക്കിയേ. പേഷ്യൻസുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ആർക്കും ഓർമ്മയില്ല. ശരി, അത് നോക്കിയേ. ഇവിടെ ഏതൊക്കെയാ പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ അല്ലെ. അതല്ലേ ആദ്യം പറയുന്ന കാര്യം അല്ലെ. അവിടെ എന്താണ്? ഇൻഫെക്ഷൻസ് വരുന്നതിനെ തടയാനായിട്ട് സാധിക്കും. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? ഉണ്ട്. എല്ലാവർക്കും എങ്ങനെയാണ് കാണാൻ പറ്റുന്നുണ്ട്? വീഡിയോ ഓൺ അല്ല കേട്ടോ. വീഡിയോ ഓൺ അല്ല. മിസ്സിനെ കാണാൻ പറ്റില്ല. അതാണോ ഉദ്ദേശിച്ചത് നവ്യ? ഓക്കെ, മിസ്സിനെ കാണാൻ പറ്റില്ല. സ്ക്രീൻ കാണുന്നില്ലേ? നോട്ട്സ് കാണുന്നില്ലേ? ഓക്കെ, ഇവിടെ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് അതുകൊണ്ട്